അങ്ങയുടെ നിയമം ഞാൻ മറക്കുന്നില്ല. ഇപ്പം സഹനവും നിയമവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി. അതാ സങ്കീർത്തനം 119:153 എന്താ പറയണത്? എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നു. അപ്പൊ നിയമം എന്ന് പറയുന്നത് വാഗ്ദാനം, അതുപോലെ വാഗ്ദാനം, നിയോഗം, അതുപോലെ തന്നെ നിയമം എന്ന് പറയുന്നത് നമ്മൾ നിറവേറ്റാനുള്ള ജീവിതം. അപ്പോൾ ഈ നിയമവും അത് പറയുന്ന കവനൻറ്റും ഉടമ്പടിയും നമ്മുടെ സഹനവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്ന ദൈവം. നിങ്ങൾക്ക് സഹനമുണ്ടോ, ഓൾറെഡി നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. കണ്ണീരിന് നമുക്ക് ചെയ്യാനുള്ള മറുപടി എന്താണ്? കവനൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. ഒന്ന് വായിച്ച് 53-54 വായിച്ച്. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ദൈവത്തിന് ഉള്ള ഒരു അവസരമായിട്ടാണ് നമ്മുടെ കണ്ണീര് കാലം വരണത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മകനാണ് നമ്മളല്ലേ, ദൈവത്തിൻ്റെ മകളാണ്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ സഹിച്ച് കണ്ണീരിട്ട് ജീവിക്കുന്നത് ദൈവഹിതമല്ല. അപ്പോൾ നിൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഉടനെ കർത്താവിൻ്റെ അകത്ത് ഇടപെടും, നിനക്ക് വേണ്ടി വാദിക്കും. അതാണ് ജോബ് പറയണത്. ജോബ് എടുത്ത് 16:20-21. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരന്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ. കണ്ണീര് മതി നമുക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിൽ ന്യായവാദം നടത്താൻ. അതാണ് അപ്പോൾ ആ കോതമംഗലത്തെ മനുഷ്യൻ സംഭവിച്ചത്. അതാണ് അയാളുടെ അവസ്ഥ. സത്യസന്ധമായിരുന്നു. അയാളുടെ അഭ്യാസം കാണിക്കാനും ആഡംബരം കാണിക്കാനും അല്ല, ഒന്ന് പിഴച്ചു പോകാൻ വേണ്ടി ഈ ഭൂമിയിൽ. അതിനുവേണ്ടി വേറെ ഒരിടത്തും പോയില്ല. അയാളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ അയാൾ വന്ന് കണ്ണീരിടുകയാണ്. കണ്ണീര്, സത്യത്തിൻ്റെ കണ്ണീര് അയാൾക്ക് വേണ്ടി വാദിക്കുകയാണ്. ദൈവം ആ വിഷയം ഏറ്റെടുക്കുകയാണ് ചെയ്യണത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സഹനം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മെരിറ്റാണ്. നമ്മുടെ സഹനമില്ലേ, നിങ്ങളുടെ എന്ത് സഹനമായിട്ടോ, ഓരോരുത്തർക്കും ഓരോ സഹനമാണല്ലോ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ സഹനം, തോൽവിയുടെ സഹനം, കച്ചവടക്കാർക്ക് നഷ്ടത്തിൻ്റെ സഹനം, കല്യാണം കഴിച്ചവർക്ക് ഭർത്താവിൻ്റെ ഭാര്യയോട് മാനസികമായി ഉണ്ടാക്കുന്ന ഞെരുക്കത്തിൻ്റെ സഹനം, ഓരോരുത്തർക്കും ഓരോരോ സഹനമാണ്. ഈ സഹനമാണ് നമ്മുടെ മെരിട്ടെന്ന് പറയണത്. ഉടമ്പടിയുടെ മെരിട്ടെന്ന് പറയുന്നത് എന്താണ്? അതെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടല്ല, അത് നെഗറ്റീവാണ്. നിനക്ക് ഉടമ്പടി എടുക്കാൻ യോഗ്യത ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിനക്ക് സഹനം ഉണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെന്ന് പറയും. സഹനമാണ് നമ്മുടെ യോഗ്യത എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാണ് സത്യം. ഇവിടെ എപ്പോഴും പാവപ്പെട്ടവരുണ്ടായിരിക്കും. ഈശോ സിസ്റ്റത്തെക്കുറിച്ച് ഈശോയോട് സംസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? പാവങ്ങൾ, ഇസങ്ങൾ മാറാം, ഭരണങ്ങൾ മാറാം, പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അവരുടെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 26:11. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. അത് നിത്യതയെക്കുറിച്ച് ഈശോ പറയുമ്പോഴാണ് പറയണത്. പക്ഷേ ഈശോ അവസാനം പറയുന്നുണ്ട്, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അതാണ് ഈ കോണ്ടസ്റ്റിൽ നമ്മൾ ലൂപ്പ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സ്വർഗസ്ഥയിലേക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് പറയും, ഞാൻ അരൂപിയിലെ ഐ വിൽ വിത്ത് യു, അന്ത്യകാലം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ കൂടെ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാകാത്ത അനുഭവത്തിനാണ് കമ്മ്യൂണിക്കേഷൻ കർട്ടൈൽ എന്ന് പറയുന്നത്. കൂടെ ഉണ്ട്, പക്ഷെ വി ഡോണ്ട് ഫീൽ ഇറ്റ്. ഇത് ഒരു ആധ്യാത്മിക ദുരന്തമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്, അവസാന ശ്വാസം വരെയും
ഭൂമിയുടെ ലോകത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 28:20. മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നോക്കിയേ, ഇപ്പോൾ സൂര്യനുണ്ട്, സൂര്യന് ചൂടുണ്ട്, പക്ഷെ നമ്മളത് ഫീൽ ചെയ്യുന്നില്ല. എന്താ കാര്യം? മോളിൽ റൂഫുള്ളത് കൊണ്ട് അല്ലേ? ഇതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായില്ല, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. സങ്കടത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സങ്കടകാലത്തിന് അതാണ് ആ സമയം എന്ന് പറയണത്. ഈശോ 16:4 പറഞ്ഞില്ലേ, ആ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ആ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എപ്പോഴും ബിവെയർ ഓഫ് ദാറ്റ് ടൈം. ഒരു സമയം എപ്പോഴായാലും നമ്മുടെ മുമ്പിൽ വരും, പ്രത്യക്ഷപ്പെടും. ദുഃഖത്തിൻ്റെ, ദൈവത്തെ പോലും ഫീൽ ചെയ്യാത്ത, പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത ഒരു ടൈം. ആ ടൈം വരുമ്പോൾ പിന്നെ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ? എന്താ ചെയ്യാൻ പറ്റണത്? ആ സമയം വരുമ്പോൾ ഞാനിത് പറഞ്ഞിരുന്നുവെന്ന്, അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കട്ടയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ, പിന്നെ ഉള്ള എമർജൻസി ആയിട്ടുള്ള നടപടി എന്താണ്? പണ്ട് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കണം. അതിനാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇത് നേരത്തെ കർത്താവ് ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടലായി കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഫീൽ നമുക്കുണ്ടാകുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ, നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മൾ അരമണിക്കൂർ വായിക്കും. ഉടമ്പടി നമ്മൾ അരമണിക്കൂർ വചനം വായിക്കണില്ലേ? അതാണ് സംഭവം. ഇതാ കമ്മ്യൂണിക്കേഷൻ എങ്ങാനും കട്ടായി ചെയ്താൽ കട്ട് ആകാതിരിക്കാൻ വേണ്ടി നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മളെന്ത് ചെയ്യും? അത് നമ്മൾ അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യും. ഇവിടെയാണ് ഈ പത്രം കൊടുപ്പൊക്കെ വരണത്. ഇവിടെയാണ് നമ്മുടെ ആതുര സേവനങ്ങൾ വരണത്. എന്താണ്? നേരത്തെ അവൻ പറഞ്ഞതാണ്. ഇപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് അവൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ചെയ്യുകയാണ്. അതാണ് കവനൻ്റ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളോട് കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരമേ എന്നെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാരമേ എന്നെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിൽക്കും. എന്നെ അവൻ കയറ്റി നിൽക്കും. അപ്പോൾ ഈ ക്ലേശകാലം എന്ന് പറയണത് യോഹന്നാൻ 16:4 ആ സമയമാണ്. ഈ സമയത്താണ് കമ്മ്യൂണിക്കേഷൻ കട്ടലായി പോണത്. അതിനെക്കുറിച്ചാണ് ലൂക്ക 8:7 എടുത്ത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതിൻ്റെ തർജ്ജിമ എന്താണ്? ലൂക്ക 8:14.
ലൂക്ക 8:14. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. ഉടമ്പടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഉടമ്പടിയിൽ നമ്മൾ ചില ആൾക്കാരല്ലേ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ട് മഴയും കൊള്ളാതെ വെയിലും കൊള്ളാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവരൊന്ന് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലേശകാലത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈ ക്ലേശകാലത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ കട്ടായി കിടക്കുകയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗമുള്ളത്? നേരത്തെ പറഞ്ഞ വചനം അനുസരിച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ക്ലേശത്തിൻ്റെ കണ്ട 8:14 വായിച്ച്, ലൂക്ക 8:14 വായിച്ച്. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ. ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ജീവിത ക്ലേശങ്ങൾ ഫലം തരാതെ പോകാം. കാര്യം എപ്പോഴും ക്ലേശത്തെക്കുറിച്ചല്ലേ ആൾക്കാർ. ഉടമ്പടി എടുത്താലും ചില ആൾക്കാർ നാളത്തേക്ക് എത്തിക്കാം, മറ്റന്നാളത്തേക്ക് എത്തിക്കാം, വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കണ എന്തിൻ്റെ കാര്യം? അവർക്ക് ശരീരത്തിൽ വേദനയും ക്ലേശങ്ങളൊക്കെ ഉണ്ട്. ചില ബുദ്ധിയുള്ളൊരു ആത്മീയ ബുദ്ധി എന്ന് പറയും, സ്പിരിച്വൽ ഇൻ്റലക്ച്വലായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ പറയും, ഇപ്പോൾ ചിലർ പറയും, അച്ഛാ എനിക്ക് രാവിലെ ബാത്റൂമിൽ നോക്കിയപ്പോൾ ഭയങ്കര ബ്ലഡാണ്, എനിക്ക് ബ്ലീഡിങ് ആണ്. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് പനിയും കയറുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഇന്ന് റെസ്റ്റ് എടുക്കാം, ഈ അവസ്ഥയിൽ എങ്ങനെ പള്ളിയിൽ പോകും. പിന്നെ ഞാൻ വിചാരിച്ചു ഈ അവസ്ഥയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എൻ്റെ കർത്താവിനെ ഞാൻ പുറത്ത് നിന്നാലും കണ്ടിട്ട് പോരും, അപ്പം ബ്ലീഡിങ് തീരും. ആ സെക്കൻഡിന് നിങ്ങൾക്കറിയാവില്ല, ദൈവാനുഭവം എന്ന് പറഞ്ഞ ഒരു തീരുമാനമാണ്. ചില ആൾക്കാർ ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ അത് വെച്ച് ദൈവത്തിൽ നിന്ന് അകലാൻ വേണ്ടിയാണ് ജഡിക മനുഷ്യൻ ചിന്തിക്കത്തുള്ളൂ. ആധ്യാത്മിക മനുഷ്യൻ അത് വെച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ നോക്കും. എനിക്ക് ക്ലേശമുണ്ട്. ഇപ്പം ഇന്നലെ പറയണേ, ഞാൻ 14 കൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ 14 ആൾക്കാരത്ത് നീട്ടിയിട്ടും 14 പേരും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാ പറ്റിയെന്നറിയോ? ഞാൻ പുറത്ത് വരുമ്പോൾ കയ്യാലപ്പുറത്തൊരു പത്രം മഴയും കൊണ്ടിരിപ്പുണ്ടത്. ഞാൻ 14 പത്രം റിജക്ട് ചെയ്ത സ്ഥലത്ത് ഞാൻ ആ പത്രം കൂടി എടുത്തിട്ട് 2 കിലോമീറ്റർ വീണ്ടും നടന്ന് ഓട്ടോറിക്ഷ കവലയിൽ പോയി എല്ലാവർക്കും കൊടുത്തെന്ന് പറഞ്ഞു. ഇതാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയണത്. ആധ്യാത്മിക ബുദ്ധിയുള്ളവർ. ആധ്യാത്മിക ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടെങ്കിലേ, അതാണ് ഈശോ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവെന്ന് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡോർമെൻ്റ് ആണെങ്കിലും അത് അവിടെ ഉണ്ടാവും, നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യണത് നമ്മുടെ വിശ്വാസത്തിൻ്റെ എബിലിറ്റി അനുസരിച്ചേ ഉള്ളൂ. ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ തകർന്നാലും തരിപ്പണമായാലും പിന്നെയും ദൈവത്തെ പ്രതി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ദൈവം സത്യമായത് കാരണം അത് പെട്ടെന്ന് സമയബന്ധിതമായിട്ട് ആ വിഷയത്തിന്മേൽ ഇടപാടുണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം പേയ്മെൻറ്റ് സീറ്റുകളാണ്. സ്വർഗം പോലും പേയ്മെൻറ്റ് സീറ്റാണ്. സ്വർഗം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കർത്താവിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്ന സാഹചര്യം. ആ ചില്ലറ പേയ്മെൻ്റ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗം നല്ല വിലയുള്ളതാണ്. നമ്മളെ വിശ്വാസികളുടെയും രക്തസാക്ഷികളുടെയും ജീവിത വിശുദ്ധിക്ക് വേണ്ടി ജീവൻ പണയപ്പെട്ട ധർമ്മരക്തസാക്ഷികളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബൈബിളിൻ്റെ സ്വർഗം എന്തുമാത്രം വിലയുള്ളതാണ്. ഒരു വിഷയം എന്തുമാത്രം വിലയുള്ളതാണ്. ബൈബിൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സ്വർഗത്തിന് കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, യേശുവിൻ്റെ ജീവൻ്റെ വിലയാണ്, അവൻ്റെ സഹനത്തിൻ്റെ വിലയാണ്. ആ വില കൊടുക്കാൻ വേണ്ടി സത്യസന്ധത ആര് കാണിച്ചാൽ സമയബന്ധിതമായി നിന്റെ ഉടമ്പടിയുടെ മേൽ ദൈവം ഇറങ്ങി വന്ന് തീരുമാനം എടുത്തിരിക്കും. ശ്വാസം പ്രഖ്യാപിച്ച് ആരാധനയോടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. ഇത് ഉടമ്പടിയുടെ ഒരു ആക്ച്വലായിട്ടുള്ള ഒരു നിലപാട് തറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കാൻ ഒരവസ്ഥ വന്നാൽ ദൈവത്തിൽ, അതാണ് ശാന്തകുമാരിക്ക് സംഭവിക്കുന്നത്. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവരുടെ ആശ്രയം സത്യമായത് കൊണ്ടാണ് സിൽവഗിരയിൽ ആ പ്രകാശം ആളുടെ മുമ്പിലൂടെ 4 പ്രാവശ്യം കടന്നു പോകുന്നത്. ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് ഒരു മനുഷ്യൻ ഇവിടെ കാർ ഓടിച്ച് ഒറ്റയ്ക്ക് വന്ന്, അത് ഉടമ്പടി സാക്ഷ്യം പറയാൻ വന്നാണ്. സാക്ഷിയാൾ എന്താ പറഞ്ഞെന്നറിയാവോ? കേരളം ആധ്യാത്മികമായ ഒരു പരീക്ഷണശാലയാണ്. ഈ കാലത്ത് ലോകത്തിൻ്റെ ആധ്യാത്മികതയെ ഇവിടുന്നാണ് ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കണമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ സാറാമ്മ എന്ന മോള് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു. സാറാമ്മയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, സാറാമ്മയ്ക്ക് ഇവിടെ വരണം, പക്ഷെ വരാൻ പിള്ളേർ കൊണ്ടുപോകത്തില്ല. പക്ഷേ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണ കാലത്ത് ഇവിടെ കാതിലൊരു വണ്ട് കയറും. ആ വണ്ട് അകത്തിരുന്ന് മൂളിക്കുകയാണ്. അപ്പോൾ ഇവരെന്നാ ചെയ്യുന്നത്? ഇവർ ചാഞ്ഞ് കിടന്നുകൊണ്ട് വണ്ടിനെ കൊല്ലാൻ വേണ്ടി തലേണിയൊക്കെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി കാരണത്ത് തലേണി വെക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവർ ആ സമയത്ത് തന്നെ സാക്ഷ്യം ഇവിടുത്തെ ധ്യാനമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു വണ്ട് ഒരു സഹോദരി ഉള്ളിലോട്ട് കയറി പോകുന്നു, പേടിക്കണ്ട, അത് മഹാസ്വരത്തോടെ ഇപ്പോൾ പുറത്താകുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹെലികോപ്റ്റർ വീഴുന്ന പോലെ ഇവിടെ ചെവിയിൽ നിന്ന് സാധനം തെറിച്ചു പോയി. അപ്പോഴും സാത്താൻ അവിടെ പ്രവർത്തിച്ച് മകളോട് പറഞ്ഞാൽ മകൾ പറഞ്ഞത് ഇല്യൂഷനാണെന്ന്. പണ്ട് നമ്മൾ പ്രാർത്ഥിക്കണ കാലത്ത് നമ്മുടെ അമ്മമാർ നമ്മളെ കുഞ്ഞിത്തലേണി കിടത്തിയിട്ട് അമ്മമാർ ചുണ്ടിലൊരു കുരിച്ചിടും, ചെവിയിൽ കുരിച്ചിട്ട് പറയും, കർത്താവേ കണ്ണിൽ കുരിച്ചിടും. നമ്മുടെ എന്താണ്? ആകാത്ത കാഴ്ച കാണാതിരിക്കാൻ, ആകാത്തത് കേൾക്കാതിരിക്കാൻ ചെവിയിലും കണ്ണിനെയും ബന്ധിക്കണമെന്നാണ്. ഇപ്പോൾ ആരും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്യണില്ല. നമ്മൾ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വിശ്വസ്തത നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? അവിടുത്തെ വിശ്വസ്തരെ സ്നേഹത്തിൽ വായിച്ചേ. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. വിശ്വസ്തരായി. ഇപ്പം പലരും നമ്മളെ പറഞ്ഞ് പറ്റിച്ചു, വഞ്ചിച്ചു. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തതായിട്ട് മുന്നോട്ട് പോകും. വിശ്വസ്തർക്ക് എന്ത് പറ്റുമെന്നാണ് ഞാൻ 3:9 പറയണത്. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ സ്നേഹത്തിൽ വസിക്കുവാൻ അങ്ങയുടെ വചനങ്ങളോടും ഉടമ്പടിയോടും വിശ്വസ്തത പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരുമിച്ച് പാടുക. സ്നേഹത്തിൽ പൂനിലാവേ എന്നുള്ളിൽ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ
എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ആസ്തി നിങ്ങളുടെ ഭക്തിയോടെ, വിശ്വാസത്തോടെ, ദൈവസ്നേഹത്തോടെ ഈ ആരാധനയിൽ പങ്കെടുത്തത് തന്നെയാണ്. കർത്താവ് ഈ സമയമെല്ലാം വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ വചനങ്ങളെല്ലാം വീണ്ടും കേൾക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ വചനം കേൾക്കുകയും അത് നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് എല്ലാവർക്കും ബൈബിളിൻ്റെ സന്ദേശം നമ്മൾ ഒരു ഹോംവർക്ക് പോലെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണം. ഒത്തിരി തീഷ്ണതയോടെയാണ് ജനം ഇന്ന് സുവിശേഷ വേല ചെയ്യണത്. മറ്റാരെക്കൊണ്ടും ചെയ്യിക്കരുത്. സ്വന്തമായിട്ട് ചെയ്യാനുള്ള തീഷ്ണത വേണം. ചെയ്താലും മടുപ്പ് തോന്നാത്ത അത്രയും കർത്താവിന് വേണ്ടി വേല ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം എപ്പോഴായാലും രാത്രി വരും. വേല ചെയ്യാൻ പറ്റാത്ത രാത്രി കാലത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിനക്ക് ആരോഗ്യമുണ്ടോ, ചെയ്യാനുള്ള അവസരമുണ്ടോ, ചെയ്യാനുള്ള മനസ്സുണ്ടോ, നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് കർത്താവിനോട് റെമ്യൂണറേഷൻ ചോദിക്കരുത്. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സ്വരുക്കൂട്ടലാണ്. നിൻ്റെ കാര്യങ്ങളുടെ മേലെ ദൈവ തീരുമാനം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നീ ആഗ്രഹിക്കുന്നതിനേക്കാളും കർത്താവിന് നിന്നെ സഹായിക്കാൻ സന്മനസ്സും സ്നേഹവും നിന്നോടുണ്ട്. ആ സ്നേഹത്തെ നീ തിരിച്ചറിയണത് ഉടമ്പടി സത്യസന്ധമായി നീ നിറവേറ്റുന്ന നിമിഷങ്ങളിലാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി അങ്ങയോടുള്ള സ്നേഹത്താൽ സത്യസന്ധമായി നിറവേറ്റുവാൻ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ ഉപവി പ്രവർത്തനങ്ങള് ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ ശക്തീകരിക്കണമേ. ഉടമ്പടിയുടെ ഉള്ളവരെ ജീവിത ക്ലേശങ്ങളിലെ നിലനിൽക്കുന്നവരെ മനസ്സിടിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുള്ളവരെ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങ് നവീകരിക്കണമേ. വിശ്വാസം നവീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ദൈവസ്നേഹത്താൽ ആത്മവിശ്വാസവും ആത്മശക്തിയും തടയിക്കൊണ്ട് സുവിശേഷത്തിന്റെ പോരാട്ടം നടത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ. ശ്രുതികടെ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.